അപരാന്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തിരിച്ചു? എങ്ങനുണ്ട്? മെല്ലെ എൻ കണ്ണാടിച്ചില്ലോർമയിൽ ശ്രുതിരാഗത്തിൽ നടമാടും തിങ്കളെ, മുല്ലേ മഴവില്ലേ ചൊല്ലുമൂ വന്തിയിൽ മഴയായെന്നിൽ തോരാതെ മൊഴിയാകുമോ? അകതാരിലുണ്ട് നീ അനുരാഗലോലയായി, അലിവോടെ എൻ്റെ ആദ്യഗാന താളമാകു നീ, ഋതുരാഗമാടു നീ, ഋതുവേഗമായിടാൻ മനം വേദിയാണ് നിൻ പദങ്ങൾ നൃത്തമാകുവാൻ. നിന്നെ മഴവില്ലേ ചൊല്ലുമോ വന്തിയിൽ മഴയായെന്നിൽ തോരാതെ മൊഴിയാകുമോ? എൻ്റെ പൊന്നു, ആരും കണ്ടില്ല. എന്തൊരു വലിയ മാളാ. ഞാൻ പോലും ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. സെറ്റ് തന്നെ. ഡാ ആ വാടച്ചേ, അല്ലെങ്കിലേ ഈ ചെറുപ്പം വാള് കൊള്ളാല്ലേ. നീ ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്താ, ഞങ്ങൾ ഇതിനെ കൊണ്ടുവന്നില്ലേ? നാളെ വെഡിങ്, ബോധം വല്ലതും ഉണ്ടോ മോന്? ആ ഉണ്ട്. നാളെ തൊട്ട് ഞാൻ മിങ്കിളാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ വിഷമമുണ്ടല്ലോ. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല എൻ്റെ ഋത്വി. എങ്ങനെ നടന്നതാ? അല്ല, ഇതാവശ്യമാണ്, അനിവാര്യമാണ്. പക്ഷേ പെട്ടെന്നായോ എന്നൊരു ഡൗട്ട്. ഇല്ല, കുഴപ്പമില്ല, എന്നാലും എന്തോ ഒരു അപാഹത. തോന്നുമടാ, തോന്നും. നിനക്ക് അപാഹത തോന്നും. അത് തോന്നിയില്ലെങ്കിൽ അത്ഭുതമേ ഉള്ളൂ. കാരണം നീയാണല്ലോ. പൊന്നു മോനെ, പണ്ട് നടന്ന പോലെ അല്ല ഇപ്പം. അവൻ കേൾക്കണ്ട നീ പറഞ്ഞത്. നിൻ്റെ ആ പഴയ നിന്നിൽ ആ നെട്ടലുണ്ടല്ലോ, അതിനെടുത്ത് അവൻ സൂപ്പ് വെച്ച് വല്ല പട്ടിക്കും കൊടുക്കും. അതുകൊണ്ട് പുന്നാരമ്മൻ ആ വഴിക്ക് പോകുന്നതേ ചിന്തിക്കണ്ട. നിന്നോടുള്ള പ്രേമം മൂത്ത് തലയ്ക്ക് വെട്ടായി നിൽക്കുന്നവനാ ആ സാധനം. മിക്കവാറും നിന്നെ പിടിച്ച് പച്ചയ്ക്ക് തിന്നാനും അവൻ മടിക്കൂല. അതൊക്കെ എനിക്കറിയാം. വിക്കിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അബുവും ഉമ്മയും, എനിക്കതാ സങ്കടം. ഓ, നിനക്കതാണല്ലേ സങ്കടം. അത് വേണമെങ്കിൽ ഞാൻ അവനോട് പറയാം. സ്പോട്ടിൽ തന്നെ അവരെയും പോയി പൊക്കി എടുത്തുകൊണ്ട് വരും. നിൻ്റെ ചേട്ടൻ ഇവിടെ എത്തിയതുപോലെ. എടാ, അവർ നാളെ നിൻ്റെ മാരേജിന് വരുമെന്നാ വിക്കി പറഞ്ഞത്. അവ അവിടെ പോയപ്പോൾ പറഞ്ഞു എന്നാ. പിന്നെ അന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പോയായിരുന്നു അവരെ കാണാനായിട്ടും നീ ഇവിടെ സേഫാണെന്നൊക്കെ പറയാനായിട്ട്. പക്ഷേ അവരവിടെ നിന്ന് മാറിപ്പോയെന്നൊക്കെയാണ് പറഞ്ഞത്. ശ്രേയ നിന്നോട് പറഞ്ഞായിരുന്നോ? അവരെന്തോ ഇപ്പോൾ ശ്രേയ വാങ്ങിക്കൊടുത്ത പുതിയ വീട്ടിലൊക്കെയാ. പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഊഹിച്ചായിരുന്നു ഋത്വി എന്തായാലും അവരെ കണ്ടു കാണത്തില്ല എന്ന്. എന്നാലും പാവം എന്നെ തിരക്കി മടുത്തു കാണും. ഇപ്പോൾ വിക്കി അവിടെ പോയി പറഞ്ഞെന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ടൊരു സമാധാനത്തിൽ ഇരിക്കുന്നുണ്ടായിരിക്കും. ഒന്ന് കണ്ടാൽ മതിയായിരുന്നു അവരെ. ഋത്വി, ഒരു കാര്യം ചെയ്യ്, നിങ്ങളെല്ലാവരും പോയി ഷോപ്പ് ചെയ്തോ.
ശ്രാവണും പിന്നെ അബു ഉമ്മ ഇവർക്ക് കൂടി വേണ്ടിയുള്ളത് വാങ്ങിച്ചോണം. ശ്രേയനേട്ടനോടും ശിവയോടുവാ. പിന്നെ നമുക്ക് പറയത്തക്ക റിലേറ്റീവ്സ് ആരും ഇല്ലല്ലോ, ബാക്കി നമ്മളൊക്കെ തന്നെയല്ലേ. ഇവേട്ടാ വിയാനിവിടെ ഉള്ളത് വാങ്ങിച്ചോ. അവൻ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് വരുന്നില്ല എന്ന് പറഞ്ഞത്. അത് ക്യാൻസലാക്കാമെന്ന് ഞാൻ പറഞ്ഞതാ, കേൾക്കുന്നില്ല. ഏതായാലും അതുകൂടെ വാങ്ങിച്ചു തരാം. അപ്പോഴത്തേന് ഞാനങ്ങ് എത്തിക്കോളാം. ആ അവർക്കൊക്കെ എടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അല്ല വിക്കി, നീ ഇതെങ്ങോട്ടാ? ഓഹ് എൻ്റെ യുവേട്ടാ, ഞാൻ വരാം. ഒരു 5 മിനിറ്റ്, അതിനകത്ത് ഞാനങ്ങ് എത്തിയേക്കാം. നിങ്ങൾ ചെല്ല്, നടക്കട്ടെ, ഷോപ്പിംഗ് നടക്കട്ടെ. ആര്യ, നീ ഇത് എൻ്റെ കൂടെ വന്നേ. ആടാ ഋത്വി, ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ ഷോപ്പിംഗ് നടക്കട്ടെ. ഇവരെന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇനി പ്രത്യേകിച്ച് ഷോപ്പിംഗ് എല്ലാം ചെയ്യാനായിരിക്കോ? എന്തെല്ലാട്ടെ, നിങ്ങൾ വാ, നമുക്ക് ഇതോ അങ്ങോട്ട് പോവാം. ഡാ, എന്താ ഇവിടെ നിന്ന് നിനക്കെന്താ വാങ്ങാനുള്ളേ? അതോ നീ വല്ല ക്ലയൻറ്റിന് വല്ലതും കാണാനുണ്ടോ? മീറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ട വല്ലതിനാണോ നീ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ? അങ്ങനെ പറയത്തക്ക വലിയ മീറ്റിംഗ് ഒന്നുമല്ല. പക്ഷേ ഋതുവി എവിടെ നിൽക്കുമ്പോൾ നിന്നോട് എനിക്കിത് പറയാനും പറ്റത്തില്ല. എടാ, ഞാൻ കാറിൽ ഇരുന്നപ്പോഴാണ് എനിക്കൊരു കോള് വന്നത്. നിനക്കറിയാലോ, വിയാൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ സ്വാമിയുടെ വീട്ടിൻ്റെ അടുത്താണ്. അവനാ വിയാനെ വിളിച്ചത്. അവൻ വിയാനെ വിളിച്ച് ഏതാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് അവൻ എന്നോടും പറഞ്ഞു. വേറൊന്നുമല്ല, നിന്നോട് സ്വാമി എന്താ പറഞ്ഞിരിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നീ എന്നോട് പറഞ്ഞായിരുന്നു അവൻ തിരിച്ചു വരുമെന്നും മറ്റുമൊക്കെ. അന്നേരം ഞാൻ പറഞ്ഞു, എനിക്കൊന്നും കേൾക്കണ്ട, നീയായിട്ട് ഏറ്റുവെച്ച പ്രശ്നം പരിഹരിക്കുന്നത് നീയായിട്ട് തന്നെ ആയിരിക്കണമെന്നും. ഇതിപ്പോൾ ഞാൻ അറിഞ്ഞപ്പോൾ എന്തായാലും ഇത് നിന്നെ എനിക്ക് അറിയിച്ചല്ലേ പറ്റൂ. അല്ലാണ്ട് ഇതിലിനി എനിക്കിറങ്ങി കളിക്കാനുള്ള കളികളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പറയാം, ആര്യ അവൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അവൻ്റെ പെങ്ങളുടെ കല്യാണത്തിൻ്റെ അന്ന് തന്നെയാണ് അവൻ്റെയും കല്യാണം വച്ചേക്കുന്നത്. സ്വാമിയെ തിരക്കിനെ അവൻ വരില്ല. അവൻ ചതിച്ചത് തന്നെയാണ്. അല്ലെങ്കിൽ അവൻ വേണ്ടാന്ന് വെച്ചു. ഇതിനി വേറൊരു പേരിലും വിളിക്കാം, സിറ്റുവേഷൻ. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമെന്ന് ഉറപ്പുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നിൽക്കരുത്. ശരിയാ, അവൻ എൻ്റെ ഫ്രണ്ടാ, നിൻ്റെ ഫ്രണ്ടാ, നമ്മുടെയൊക്കെ ഫ്രണ്ടാ. പക്ഷേ ഋത്വിയോട് കാണിച്ചത് ഒന്നാം തരം തെണ്ടിത്തരവാ, ചെറ്റത്തരവാ. ഞാൻ മുമ്പേ പറഞ്ഞതാ, ഇതിനെന്ത് വന്നാലും ഞാൻ ഇടപെടത്തില്ല എന്ന്. അന്നേരവും നീയായിട്ട് എന്നെ അങ്ങ് പരിഹരിച്ചോളൂന്ന്. അത് തന്നെ ഞാൻ ഇപ്പോഴും പറയാം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞൊന്നും തരണ്ട. അതുകൊണ്ട് ആര്യ, നീ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണം. അവൻ ഏതായാലും അവനിനി എടുത്തുകൊണ്ട് വന്ന് ഋത്വിയായിട്ട് ഒട്ടിച്ചതെന്ന് നീ വയ്ക്കണ്ട. അങ്ങനെ കളഞ്ഞിട്ട് പോയ ഒന്നും ഋത്വിക്ക് ഇനി വേണ്ട. വേറെന്താ ചെയ്യാണ്ടേന്ന് നിനക്കറിയാലോ അല്ലേ? അറിയാം. പിന്നെ നായിൻ്റെ മോൻ എനിക്ക് വാക്ക് തന്നതാ, അവൻ തിരിച്ചു വരുമെന്ന്. ആരെ കൊന്നിട്ടാലും അവൻ വരുമെന്നും പറഞ്ഞു. ഇപ്പൊ തന്നെ ഞാൻ അവനെ പിടിച്ചു നിർത്തുന്നത് എങ്ങനെയെന്നറിയോ വിക്കിക്ക്? അവൻ വരും, അവൻ തമാശയ്ക്ക് പറഞ്ഞതാ. 1000 പ്രതീക്ഷ കൊടുത്തിട്ടാണ് ഞാൻ അവനങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അത്രയും സന്തോഷത്തിൽ. ഇനി വരൂല. അവൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നും കൂടെ പറഞ്ഞ ഇപ്പൊ എന്ത് ചെയ്യുന്ന അവനോട് ഇനി ഞാൻ തന്നെ അത് പറയുകയും വേണോ? നീ തന്നെ പറയണം. എനിക്കറിയാം നിനക്ക് പറയാൻ ഇത് ബുദ്ധിമുട്ടാണ്. എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ അവൻ്റെ മുമ്പ് ചെന്ന് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് അറിയാത്ത ഒരാൾ ഞാൻ എന്തെന്നും പറഞ്ഞു പോയി പറയാനാ? നീയാകുമ്പോൾ അത് കറക്റ്റായി മാനേജ് ചെയ്യും. അവൻ്റെ ഓരോ ഇമോഷൻസും നന്നായിട്ട് അറിയാമെന്നുള്ള ആളാണ് നീ. അതുകൊണ്ട് അവനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് നിനക്കറിയാം. പക്ഷേ ഞാൻ ചെന്നെന്ന് പറയുകയാണെങ്കിൽ ഒരുമാതിരി അവനോട് ദേഷ്യപ്പെടും പോലെ ആയിപ്പോവും.
വെറുതെ എന്തിനാ അതുകൂടി അവന് വിഷമോ? നീ തന്നെ പറഞ്ഞാൽ മതി, അവന് മനസ്സിലാവും. അവൻ ഓൾറെഡി ആവശ്യത്തിലധികം കരഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്. ഇനി അവനോട് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ. അല്ലാതെ വെറുതെ ഇതിനു വേണ്ടി ഇനി മോങ്ങണ്ടെന്ന് പറ. എടാ, അവൻ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തൊരു രീതിയില്ല. പക്ഷെ ഞാൻ വീണ്ടും അവൻ എനിക്ക് കള്ളം നായിൻ്റെ മോ എനിക്ക് വാക്കല്ലേ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ തന്നെ പറഞ്ഞോളാം. പക്ഷെ വിക്കി, എനിക്ക് നിന്റെ കല്യാണത്തിന് ചിലപ്പോൾ നാളെ കാണാൻ പറ്റിയെന്ന് വരത്തില്ല. ഞാൻ അവൻ്റെ അടുത്തോട്ട് പോവാം, സ്വാമിയുടെ അടുത്ത്. എനിക്ക് അവൻ്റെ അടുത്ത് 2 പറയണം, 2 കൊടുക്കുകയും വേണം. അന്നേരമേ അവനത് എന്നോട് പറയായിരുന്നു. ഇതിപ്പോ ഞാനും അവൻ ഈ കാണിച്ച ചതിയിൽ കൂട്ടി നിന്ന പോലെയാ. അതെന്നെ കൊണ്ട് ഒക്കത്തില്ല വിക്കി. അതൊന്നും സാരമില്ല. കല്യാണം നിന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കല്യാണത്തിനേക്കാൾ വലുതാ ഋത്വിന്ന് എനിക്കറിയാം. എനിക്കും കല്യാണത്തിനേക്കാൾ വലുത് ഋത്വി തന്നെയാണ്. അതുകൊണ്ട് നീ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നീ അവനെ കാര്യങ്ങൾ ഇന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് നിനക്ക് എന്താ ശരിയെന്ന് തോന്നുന്നത് അതങ്ങ് ചെയ്തോണം. പഴയ കൂട്ടുകാരനാ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒന്നും മനസ്സിൽ വെച്ചേക്കണ്ട. ഞാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് കൊല വിളിക്കും ഞാൻ നായിൻ്റെ മോൻ്റെ. അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങാത്ത. ഞാൻ ഇറങ്ങിയാൽ ശരിയാവത്തുമില്ല. നീ തന്നെ ഹാൻഡിൽ ചെയ്താൽ മതി. വാ, ഇനി അധികം മാറിയുന്ന ഋത്വിക്ക് തന്നെ ഡൗട്ടാവും. പിന്നെ പോരാനിട്ട് ശിവയുടെ ചേട്ടനൊക്കെ നിനക്കറിയാലോ, ഓരോന്ന് കുത്തി ചോദിക്കും. അതുകൊണ്ടാ വാ. അല്ല വിക്കി, എടാ ഞാനിപ്പോൾ തന്നെ ഇറങ്ങട്ടെ? അല്ല, എനിക്ക് അവൻ 2 കൊടുക്കണം വിക്കി, എന്നാലേ എനിക്ക് സമാധാനമാകത്തുള്ളൂ. ഡാ നീ അടങ്ങ്. നീ പോകുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഋത്വിയോട് പറഞ്ഞിട്ട് പോ. വഴിയിൽ കൂടെ പോകുന്ന ആരെങ്കിലും പറഞ്ഞ് അവൻ അറിയാൻ ഇടവരുത്താതെ നീയായിട്ട് തന്നെ ഇത് പറഞ്ഞ് നീയായിട്ട് തന്നെ അവനെ സമാധാനപ്പെടുത്തിയിട്ട് പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നോക്ക്. പിന്നെ 2 അടിയുടെ കുറവ് അവനുണ്ട്. ചോദിക്കണം നീ, എനിക്കും കൂടെ വേണ്ടി. തൊന്തേനും തള്ളേനും പേടിയാണെങ്കിൽ പിന്നെ എന്തുണ്ടാക്കാനവ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടേന്ന്. ബാക്കി എൻ്റെ കയ്യിൽ അവനെ എന്തെങ്കിലും കിട്ടും. അപ്പോൾ കേട്ടട്ടെ, കേട്ടി സുഖമായിട്ട് അവൻ പോർക്കട്ടെ. അവന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഇപ്പം ഏതായാലും പോണ്ട, നീ വാ. വെറുതെ എന്തിനൊരു ഡൗട്ടിന് ഇട വരുത്തുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവനെ കൺവീൻസ് ചെയ്യാൻ നിന്നെ കൊണ്ടേ പറ്റൂ. അത് ഞങ്ങളാരും വിചാരിച്ച് നടക്കത്തില്ല. ശരിടാ. വിയനെ, നീ പോയില്ലായിരുന്നോ? നീ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? വേറെ കുഴപ്പമൊന്നുമില്ല? ഇവിടെ ആ ഡ്രസ്സും എടുക്ക്. ഇതാ ഇത് നിനക്കാം. നാളെ ഇതിട്ടുകൊണ്ട് വേണം വരാൻ കല്യാണത്തിന്. പറഞ്ഞില്ല എന്ന് വേണ്ട. അല്ല, നീ എന്ത് ഇതുവരെ പോവാത്തെ? അത് പിന്നെ അത് വിക്കി, ഞാൻ പോകാനായിട്ട് ഇറങ്ങിയതാ. അപ്പോഴാണ് നമ്മുടെ സൈഡ് ഗേറ്റിലെ സെക്യൂരിറ്റി ഇല്ലേ, പുള്ളിക്കാരൻ എന്തോ ഓടി വന്നിട്ട് ബാക്ക് ഗേറ്റിൻ്റെ അവിടെ ഒരു വാന് നിർത്തിയിട്ടേക്കുന്നെന്നും അതിൽ നിന്നൊരു ചെറിയ പയ്യൻ ഇറങ്ങി വീട്ടിൻ്റെ പരിസരത്തിരുന്ന് കറങ്ങുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നോട് ഒന്ന് പറഞ്ഞത്. ഞാനിവിടെ നിന്ന് 2-3 ഗാർഡ്സിനെ പറഞ്ഞു വിട്ടു നോക്കാനായിട്ട്. അവിടെ ചെന്നപ്പം ഇതേ എവരായിരുന്നു. ആര്? വാട്ട് എ പ്രസൻറ്റ് സർപ്രൈസ്. അമ്മായിയമ്മ അളിയനൊക്കെ ഇന്നേ ഇങ്ങെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങളുടെ മോൻ ശിവ ഇവിടെ ഉണ്ടായിരുന്നോ? അയ്യോ, യുവേട്ടൻ്റെ പിറകെ നീ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കാണാനേ പറ്റത്തില്ല. ഒന്നാമത് നീ ഒരു നെല്ലിക്കമ്മ, അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ചേട്ടൻ്റെ പിറകെ തന്നെ നിനക്ക് പോയി നിൽക്കണം. ഞാൻ വിളിച്ചത് പ്രകാരം നേരത്തെ വന്നേക്കുവാ.
അളിയനും നിൻ്റെ ഉമ്മായും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു മുടിഞ്ഞ പ്ലാൻ ചെയ്യാൻ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ തന്നെ ആവുന്നു. ശ്രേട്ടാ പോട്ടെ, സാരമില്ലട മോനെ. ചേട്ടൻ വിളിക്കാൻ നോക്കിയതാ, ചേട്ടൻ്റെ ഫോണില്ലല്ലോ. പിന്നെ ഇവിടെ ഉള്ള ആരുടെത്തെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാൽ അതിനുള്ള സാഹചര്യം അല്ലായിരുന്നു. പെട്ടെന്ന് വന്നു, പെട്ടെന്ന് ചെറുപടിയിൽ വന്നു, പോവാന്ന് പറഞ്ഞു. ഷോപ്പിംഗ് മാളിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുമായിരുന്നു. ഇവിടെ വന്നിട്ട് യുവയുടെ ഫോൺ വാങ്ങിച്ച് വിളിക്കാമെന്നും പറഞ്ഞായിരുന്നേ. പക്ഷേ നിങ്ങൾ ഭയങ്കര ഫാസ്റ്റായിപ്പോയി. ഇത്രയും നേരത്തെ വരുമെന്ന് വിചാരിച്ചില്ല, അതും ഉമ്മായും കൊണ്ട്. ഓ എൻ്റെ ശ്രേയേട്ട, ഇതൊന്നും എൻ്റെ പ്ലാനില്ല. ഇത് ഈ നിൽക്കുന്ന കോലമാറിഞ്ഞ പ്ലാനാണ്. ഞങ്ങൾ വരണമെന്നുള്ളത് ഞങ്ങളാ തീരുമാനിച്ചത്. പക്ഷെ ഇങ്ങനെ പിറകെ വന്ന് നിൽക്കുന്നതും ആ പാട്ട വണ്ടിയും ഞാൻ വെളിയിറങ്ങി നോക്കണതും എല്ലാം ഇങ്ങനെ പ്ലാനാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചീറ്റിപ്പോയത്. മോന്തൂത്തി. ഓഹോ അടാ, ഇപ്പം എൻ്റെ പ്ലാനാണ് കുഴപ്പം. അല്ലാതെ നീ മണ്ടന്മാരെ പോലെ ബാക്കിയുള്ളവർക്ക് സംശയം തോന്നുന്ന രീതിയിൽ വെളിയിറങ്ങിപ്പോയി ഒന്ന് നോക്കിയിട്ടല്ല. അവൻ്റെ ഓ എൻ്റെ ദൈവമേ, വീട്ടിലെ സമാധാനമില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ നീയൊക്കെ ഒരു കാലത്തും തല്ലി നിർത്തത്തില്ലേ? ഓ നിർത്താൻ വേണ്ടി മാത്രം ഞാനും തല്ലു കൂടുന്നില്ലല്ലോ. ഇയാളല്ല എന്നെ പ്രൊവോക്ക് ചെയ്ത് എൻ്റെ കൂടെ തല്ലു കൂടുന്നത്. ഓ ഋത്വി സുഖമാണോ? നീ ഇവിടെ അല്ലേ വർക്ക് ചെയ്യുന്നത്? ഇതിപ്പം ഞങ്ങളുടെ ഫാമിലിയാ. ശിവ അല്ലേ? ഹായ്, ശ്രാവൺ. ശ്രേയാനേട്ടൻ്റെ അനിയനാ, നിൻ്റെ അനിയനായിട്ട് വരും. ഹായ്. അബു, നീ മിണ്ടരുത് ശിവ. നിന്നെ പിടിച്ചോണ്ട് വന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ കല്യാണമായി, ഡ്രസ്സെടുത്ത്, ഞാനൊന്നും പറയുന്നില്ല. നിനക്ക് ഞങ്ങളെ കാണണമെന്നേ തോന്നിയില്ലേ? തിരിച്ച് വരണമെന്നും ഒന്നുമില്ലായിരുന്നോ? അറിഞ്ഞിടത്തോളം വെച്ച് ഈ നിൽക്കുന്ന അസുർ വിക്രം, അതായത് നിൻ്റെ അഗ്നി, നീ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞങ്ങളെടുത്ത് കൊണ്ടുവരുമായിരുന്നല്ലോ. പക്ഷെ നീ വന്നില്ല. എന്താ ശിവ, നീ അത്രയ്ക്ക് മാറിപ്പോയോ? അതോ ഇത്രയും വലിയ കോടീശ്വരനെ സ്നേഹിച്ചപ്പോൾ നീ അങ്ങ് വളർന്നു പോയെന്നുള്ള തോന്നലോ? അബു, നീ ഇതെന്തൊക്കെ വിളിച്ചു പറയുന്നത്? ശിവ മോനെ, അവന് വട്ട. മോനിതൊന്നും കാര്യമാക്കണ്ട. അവൻ ചുമ്മാത് ഓരോന്ന് ആലോചിച്ച് കൂട്ടി ചിന്തിച്ച് കൂട്ടിയിട്ടൊക്കെ പറയുന്നതാ. ഒരുപാട് വിഷമിച്ചു മോനെ അവൻ നിന്നെ കാണാതായപ്പോൾ. തിരക്കി പോവാത്ത സ്ഥലങ്ങളില്ല, പോകാത്ത ആൾക്കാരുടെ വീടുകളില്ല. അതിൻ്റെയൊക്കെ ധൈര്യത്തിൽ പറയുന്നതാ. മോനത് കാര്യമാക്കണ്ട. അത് സാരല്ലമ്മ, അവൻ പറഞ്ഞോട്ടെ. അവൻ പറയുന്നത് സത്യമല്ലേ? പ്രണയം തലയ്ക്ക് പിടിച്ചപ്പോൾ കുടുംബം മറന്നല്ലോ ഞാൻ. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അബു, എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നൂടാ. ഇന്ന ഒന്നെല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്തത്. നീയുടെ തന്നെ മാറ്റി നിർത്തല്ലേ. ഇപ്പം എനിക്കെല്ലാവരും ഉണ്ട്. അന്നേരം ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന നീ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ല. എനിക്ക് സഹിക്കത്തില്ല അത്. ഡാ, നീ ഇത് പറഞ്ഞു എങ്ങോട്ടാ? ഞാൻ ചുമ്മാ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. നിന്നെ കണ്ടല്ലോ, അതിൻ്റെ സന്തോഷത്തിലാ. അപ്പോഴാ ഞാൻ ചുമ്മാതെ പറഞ്ഞതാടാ. എനിക്കറിയാം നിൻ്റെ സിറ്റുവേഷനൊക്കെ എന്തായിരുന്നു എന്ന്. നീ അതൊക്കെ വിട്ടേ. കരയാൻ പോകുന്നു തെണ്ടി. നാളെ നിൻ്റെ കല്യാണമല്ലേ? ഞങ്ങളിവിടുന്ന് നിന്നെ രക്ഷിക്കാൻ കൊണ്ട് വന്നതാ. ഒരു കണക്കിന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടുപോകാനെന്ന് വേണമെങ്കിൽ പറയാം. ഇതോ നിൻ്റെ ചേട്ടൻ ശ്രേയാനേട്ടൻ്റെ പ്ലാനായിരുന്നു. എല്ലാം വെള്ളത്തിലായ സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പായി, നീ ഈ നിൽക്കുന്ന അസുർ വിക്രമിനെ കെട്ടാതെ ഏതായാലും ഇവിടെ നിന്ന് വരത്തില്ല എന്ന്. അത് ഉറപ്പായല്ലോ, അത് മതി. നിൻ്റെ വീട്ടുകാരുടെ സമ്മതവും കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇഴച്ചു നീട്ടക്കോ വലിച്ചു കിട്ടക്കോ ഒന്നുമില്ല. നേരം വെളുക്കുക, കല്യാണം, ഹാപ്പി ലൈഫ്. ഇനി ഇതിന് വേറെ മാറ്റമൊന്നുമില്ലേ? അപ്പം ശരി, ബിയനെ എവർക്കുള്ള റൂം കൂടെ കാണിച്ചു കൊടുക്ക്. ഇന്നോട്ട് നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്, ഒരു വലിയ ബിഗ് ഫാമിലി. എവൻ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന ആര്യനെ. ഡ്രസ്സ്, ഷൂസ്, ഇപ്പം തന്നെ അവൻ്റെ കുറേ പൈസ പോയി കാണും പാവം.
രാവിലെ നീ വരുമോ അതോ എൻ്റെ കാറ് ശരിയായി കിട്ടി ഞാൻ കാറിൽ പോകണോ? കല്യാണത്തിന് 10 മണിക്കോ 10:30 എന്തോ അല്ലേ മുഹൂർത്തം? അതിനു മുമ്പേ നമ്മളവിടെ എത്തത്തില്ലേ? നീ വരുമോ ഞാൻ പോണോ? അത് ഋത്വി, ഞാൻ വരത്തില്ല. അല്ല, ഞാൻ കാണത്തില്ല. ഞാൻ വിക്കിയോട് പറഞ്ഞു കല്യാണത്തിന് ഞാൻ കാണത്തില്ല എന്ന്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ വേണം. പക്ഷെ നാളെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനിങ്ങെത്തും. ചെറിയൊരു കാര്യമുണ്ട്. അതുമല്ലാതെ എനിക്ക് നിന്നോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്നോടോ? എന്നോട് ഇനി എന്താ നിനക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ? അല്ല, സാധാരണ നീ പറയുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഞാൻ എടുക്കാറ്. ഓക്കെ, പറ, എന്താ കാര്യം എന്താ? അല്ല, നാളെ നീ അവൻ്റെ കല്യാണത്തിന് നിൽക്കാതെ അവൻ്റെ അറിവോടുകൂടി ഇത് എങ്ങോട്ടാണ് പോകുന്നത്? പറയാം. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ നീ ചിലപ്പോൾ എന്നെ വെറുക്കുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല. അവൻ ചെയ്ത അതേ തെറ്റ് എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങളുടെ നല്ലൊരു ലൈഫിലും നിങ്ങളുടെ ഹാപ്പി ലൈഫ് കാണാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് കൂട്ടുന്നത്. പക്ഷേ ഇനി അത് പറഞ്ഞില്ലെങ്കിൽ എന്തോ നിനക്ക് പ്രതീക്ഷ തരുമ്പോലെ ആയിപ്പോ. ഒരുപക്ഷെ ഇത്രയും ദിവസം ഞാൻ നിനക്ക് പ്രതീക്ഷ തന്നെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഋത്വി, എനിക്കറിയാം നിനക്കിത് ഒരുപാട് വിഷമാവുമെന്ന്. മേ ബി ചിലപ്പോൾ നിനക്ക് താങ്ങാൻ പോലും പറ്റൂലായിരിക്കും. എന്നാലും കുഴപ്പമില്ല. ഓൾറെഡി നീ ഇതിനു വേണ്ടി ഒരുപാട് കരഞ്ഞതാ. ഇനി നീ അതിന് കരയരുത്. അത്ര മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. സ്വാമി വരില്ല. അവൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞാൽ കല്യാണമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള ഇതിനെക്കുറിച്ചല്ല. എനിക്ക് നിൻ്റെ അടുത്ത് ഏറ്റു പറയേണ്ട കാര്യവും ഇതല്ല. അവൻ്റെ എൻഗേജ്മെൻറ്റോ? നീ എന്തൊക്കെയാ പറയുന്നത്? പറയുന്ന എല്ലാം സത്യമാണ്. ഇത് നീ വിശ്വസിച്ചേ പറ്റൂ. ഇത് അക്സെപ്റ്റ് ചെയ്ത് നീ മുമ്പോട്ട് പോയേ പറ്റൂ. ഇതും ചിന്തിച്ച് വിഷമിച്ച് ഇതും താങ്ങിപ്പിടിച്ച് ഏതെങ്കിലും മൂലയിൽ കയറി കരഞ്ഞിരിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കത്തില്ല ഋത്വി. വേറെ ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് നീ ഓക്കെ ആയിട്ടിരിക്കണം. അതുകൊണ്ട് പറയാം, ഓക്കെ ആയേ പറ്റൂ. അത് ഏത് രീതിയിലായിരുന്നാലും. അവൻ മൂവ് ഓണായി. അവൻ വേറെ കെട്ടാനും പോവാ. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ കളഞ്ഞേക്ക്. അവനുമായിട്ട് ഇനി ഒന്നും വേണ്ട. ഒന്നും. നിനക്ക് നീ മാത്രമേ ഉള്ളെന്ന് ആദ്യം വിശ്വസിക്കുക. നിന്നെ മാത്രം നീ സ്നേഹിക്കുക. അവൻ ബ്രേക്കപ്പ് പറഞ്ഞില്ലേ? ഞാൻ തിരിച്ചു വരുമെന്ന് ആര്യ വിചാരിച്ച? എനിക്കെന്താ ആര്യ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടാത്തത്? എനിക്ക് കുടുംബമില്ല, ഒന്നുമില്ല ആര്യ, ഒന്നും. ഋത്വി, കരയരുത്. എൻ്റെ സമനില തെറ്റ് നീ കരഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാന്ന് നീ പറയരുത്. നിനക്ക് ആരൊക്കെ ഇല്ലെങ്കിലും ഞാൻ കാണും. മരണം വരെ, ഞാൻ ചാവുന്ന വരെ നിന്റെ കൂടെ. നോക്ക്, ആരെയും കണ്ടിട്ടല്ല നീ ഇത്ര നാളും ജീവിച്ചത്. പെട്ടെന്നൊരു സമയം ഒരു ലവറോ അല്ലെങ്കിൽ ഒരു കാമോനോ കയറി വന്നെന്നും പറഞ്ഞുകൊണ്ട് അവൻ തരുമെന്നും പറഞ്ഞല്ലോ നീ ഇരിക്കുന്നേ. നിനക്ക് നീ മാത്രമേ ഉള്ളെന്ന് വിശ്വസിക്കാൻ. കരയരുത്, കേട്ടല്ലോ? ഞാൻ ഇറങ്ങുക. ഇവിടെ നിന്നാ ചിലപ്പോൾ ഞാൻ കൊന്നുകളയോ അവനെ പോയി. എനിക്ക് നാളെ ഒരിടം വരെ പോകണം. അതുകൊണ്ടാ കരഞ്ഞ അസുഖമൊന്നും പിടിപ്പിച്ച് വെക്കരുത്. നാളെ വിക്കിയുടെ കല്യാണത്തിന് നീ അവിടെ കാണണം. ഇല്ലെങ്കിൽ അവൻ കെട്ട പോലും ചെയ്യാണ്ട് ഇങ്ങോട്ട് വരും. അവൻ സ്വാമിയെ ഒന്നും ചെയ്യാത്ത നിന്നെ കരുതിയിട്ടാ. നീ അവിടെ നാളെ ചെന്നില്ല എന്നുണ്ടെങ്കിൽ അറിയാലോ അവനെ നിനക്ക്. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ വരും. ആരെ കൊന്നിട്ടാലും ഞാൻ അവൻ്റെ കല്യാണത്തിന് പോകും. ഞാൻ ഓക്കെ ആവും ആര്യ. അവനെന്നെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിനേക്കാളും വാശിയാണ്. ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും അവൻ്റെ മുമ്പേ. പക്ഷെ അവന് പകരം ഒരാളെ എനിക്ക് പറ്റൂല ആര്യ. പക്ഷെ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല.
ഒന്നിനു വേണ്ടി അവൻ്റെ മുമ്പ് തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ആര്യ. ഹാ, അത് കേട്ടാൽ മതി എനിക്ക് നീ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രം മതി ഋത്വി. വേറൊന്നും ഈ ലോകത്ത് എനിക്ക് വേണ്ട. ഐ വിൽ ട്രസ്റ്റ് യു. നീ ഓക്കെ ആയിരിക്കുമെന്ന്. ശരി, ഞാൻ ഇറങ്ങുക. കരയരുത്. നീ എനിക്ക് പ്രോമിസ് തന്നേക്കോ, മറക്കണ്ട. അവനെങ്ങനെയാ ദൈവമേ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി? എന്നെ മാത്രം എന്തിനാ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കുന്നു? ഞാൻ എന്ത് ചെയ്തിട്ട? ഇല്ല, ഇനിയും ഞാൻ ആർക്കും പൊട്ടനാവാൻ നിന്ന് കൊടുക്കത്തില്ല. ഇവിടെ തീർന്നു അവനുമായിട്ടുള്ള എല്ലാം. ഇനി ഋത്വി ആരെയും സ്നേഹിക്കത്തുമില്ല, ആർക്ക് സ്നേഹിക്കാൻ നിന്ന് കൊടുക്കത്തുമില്ല. എനിക്കിതോ ഈ പോയവരൊക്കെ തന്നെ മതി എൻ്റെ ലൈഫിൽ മുന്നോട്ടും. എനിക്കൊട്ടും വയ്യൻ്റെ വിയാനെ. നീ ഇതുവരെ പോയതുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇന്നിവിടെ നിൽക്ക്. നാളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പോവാം. പിന്നെ ഇൻറ്റീരിയറൊക്കെ നീ പ്ലാൻ ചെയ്ത പോലെ തന്നെയല്ലേ, എല്ലാം ബ്ലൂ ആയിട്ട്? അങ്ങനെ തന്നെ മതി. ഇനി അത് മാറ്റാനും നിൽക്കണ്ട. അന്നേരത്തെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞതാ എല്ലാം ബ്ലൂ ആയ ഒരു നീലമയം ആവത്തില്ലേന്ന്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, മാറ്റണ്ട. നീ ആയിട്ട് കൊണ്ടുവന്നതല്ലേ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നീ പോകുന്നുണ്ടോ? അമ്മ വീട്ടിലൊറ്റയ്ക്കല്ലേ, അതോ നിൽക്കുന്നോ? ഇല്ല വിക്കി, ഞാൻ പോവാ. അമ്മ എന്നെ കാത്തിരിക്കുമായിരിക്കും. നാളെ ഞാനും അമ്മയും കൂടെ കല്യാണത്തിന് വരാം. അങ്ങനെ അമ്മ പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കയറി ചെല്ലുമ്പോൾ ഞാൻ എങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കുന്നത്? അമ്മയ്ക്ക് അതൊരു വിഷമമാവും. വെറുതെ എന്തിനാ? ഇൻറ്റീരിയർ ഞാൻ പറഞ്ഞില്ലേ, ഇൻറ്റീരിയർ ഡിസൈൻസ് നിനക്ക് വേണമെങ്കിൽ നീ പറഞ്ഞ പോലെ ഞാൻ മാറ്റാം. എനിക്കൊരു കുഴപ്പമില്ല. ലാസ്റ്റ് നിമിഷമായിരുന്നാലും മാറ്റുന്നേ പാടൊന്നുമില്ല. കുറച്ച് പൈസ കൂടുതൽ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. കല്യാണമൊക്കെ ലൈഫിൽ ഒരിക്കലല്ലേ വിക്കി നടക്കത്തുള്ളൂ. നീ ഓക്കെ തന്നെ അല്ലേ ബ്ലൂവിൽ? എന്തോ എനിക്ക് പേഴ്സണലി ബ്ലൂ കൊടുക്കണമെന്ന് തോന്നി. അതാ ഞാൻ നിന്നോട് എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ ചെയ്തത്. മാറ്റണമെങ്കിൽ മാറ്റാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ കരുതിയിട്ട് നീ അത് തന്നെ വെക്കണമെന്നില്ല. മാറ്റമൊന്നും വേണ്ട. ബ്ലൂ എനിക്ക് പേഴ്സണലി ഇഷ്ടമാടാ. പിന്നെ ഞാൻ പറഞ്ഞതാ, എല്ലാം ഓവർ ആയാലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. ഇപ്പം ഞാൻ വൈറ്റല്ലേ എടുത്തേക്കുന്നത്, അവനും ഓൾമോസ്റ്റ് വൈറ്റോ ബ്ലാക്കോ എന്തോ ആണ്. അവരെല്ലാം എടുത്തത് ഞാൻ കണ്ടില്ല. നാളെ ഇനി അവൻ വരുമ്പോഴേ അവൻ ഏത് കോലത്തിലാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആ കൺഫ്യൂഷൻ, എല്ലാം കൂടി എങ്ങനെ ഇരിക്കും എന്നൊക്കെ. നീ പറഞ്ഞ പോലെ കല്യാണമല്ലേ, ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ്, അപ്പോൾ ടെൻഷൻ കാണും. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം നീ പോവുമല്ലേ, എന്നാൽ നീ ഇറങ്ങാൻ നോക്ക്. സമയം കുറേ ആയില്ലേ, ചെല്ല്. അമ്മേനെ കൊണ്ട് തന്നെ വരണം കേട്ടോ. പിന്നെ ഇല്ലെങ്കിൽ അമ്മ എന്നെ കൊല്ലും. നീ കൊന്നില്ലെങ്കിലും വേണ്ടത്തില്ല, അമ്മേനെ വീട്ടിൽ കയറ്റത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് നിന്റെ കല്യാണത്തിന് അമ്മേനെ കൊണ്ടുവന്നില്ലെങ്കിൽ. അതുകൊണ്ട് അമ്മേനെ കൊണ്ടേ വരത്തുള്ളൂ. ശരി, എന്നാ ഇറങ്ങുക. ബൈഡാ. ബൈ. ദൈവമേ, അങ്ങനെ ഒരു വിധം എൻ്റെ കല്യാണമായി. എത്ര പെട്ടെന്ന് ലൈഫിലെ കാര്യങ്ങളൊക്കെ മാറി പറഞ്ഞത്. ഒന്നെല്ലാം പ്രോസസ്സായി വരുന്നേ ഉള്ളൂ. ചടപടയെന്നും പറഞ്ഞ് കല്യാണമായി. ഒരിക്കലും ആരോടും പ്രേമം തോന്നില്ല എന്ന് വിചാരിച്ച് എനിക്ക് പ്രേമം വന്നു, കെട്ടാൻ പോകുന്നു. കോമഡി തന്നെയാണ് ലൈഫ് എന്ന് പറയുന്നത്. താഴെ ആരും ഇല്ലല്ലോ, പിന്നെ ഇതെവിടെ ലൈറ്റ് ഇട്ടേക്കുന്നത്? അവൻ താഴത്തെ ലൈറ്റ് ഓഫാക്കിയില്ലേ? ശിവനെ മേളിൽ കയറ്റിയതാണല്ലോ. ഇതാരെ പിന്നെ താഴെ? പക്ഷേ ആരുടെ ഇവിടെ ലൈറ്റ് ഇട്ടേക്ക്? ശിവ, നീ എന്ത് ഇവിടെ വന്നിരിക്കുന്നേ? വിക്കി, ഒന്നുമില്ല. എന്തോ അവിടെ അത്രയും വലിയ റൂമിൽ കിടന്നപ്പോൾ ഉറക്കം വന്നില്ല. ഇത്രയും ദിവസം ഇവിടെ അല്ലായിരുന്നോ, അതുകൊണ്ട് ഇവിടെ വന്ന് കിടക്കാമെന്ന് വിചാരിച്ചു വന്നതാ. വന്നപ്പോൾ ബെഡിൽ കിടന്ന ഷീറ്റൊക്കെ ആരൊക്കെ എടുത്ത് മാറ്റിയല്ലേ, അങ്ങനെ ഇവിടെ ഇരിക്കുമായിരുന്നു. കുറച്ച് നേരം ഇരുന്നിട്ട് പോയി കിടക്കാമെന്ന് വിചാരിച്ചു. എന്തോ ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താ, നിനക്ക് ടെൻഷനുണ്ടോ? അതോ
ഇനി വേറെന്തെങ്കിലും? ഇനി നിനക്ക് നാളെ കല്യാണത്തിന് സമ്മതമല്ലേ? എന്നോടുള്ള വാശിപ്പുറത്താണോ ഇതിന് വില്ലിങ് ആയിട്ട് നിൽക്കുന്നേ? അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. ടെൻഷനാ. പിന്നെ പുറകോട്ട് ചിന്തിച്ചപ്പോൾ എത്ര പെട്ടെന്ന് ഇവിടം വരെ എത്തിയേ. ഞാനിതൊന്നും ഇപ്പോഴൊന്നും നടക്കുമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല. അതൊക്കെ ആലോചിച്ചപ്പോൾ എന്തോ അറിയത്തില്ല, ചെറുതായിട്ട് അല്ല വലുതായിട്ട് തന്നെ ടെൻഷനുണ്ട്. എല്ലാവരെയും മുന്നേ വെച്ചല്ലേ കല്യാണം കഴിക്കുന്നത്, അപ്പോൾ എല്ലാവരും നോക്കത്തില്ലേ? എന്തോ എനിക്ക് നല്ല പേടിയുണ്ട് വിക്കി. ഇതുകൊള്ളാം. ഇപ്പം ഇങ്ങനെയായോ? ഇതിന് വേണ്ടിയിട്ടല്ലേ നീ ഞാനന്ന് അറിഞ്ഞിട്ടും ഇത്രയൊക്കെ കിടന്ന് അഭിനയിച്ച് കഷ്ടപ്പെട്ടത്. എന്നിട്ട് ഇപ്പം ഇങ്ങനെയോ? പേടിക്കണ്ട, ഞാൻ നിന്നെ കേട്ടത്തേ ഉള്ളൂ, പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല. ശരിയാ നീ പറഞ്ഞത്, എത്ര പെട്ടെന്നല്ലേ ഇവിടം വരെയൊക്കെ എത്തിയ. ആദ്യം മുത്തശ്ശൻ എഴുതി വെച്ച എഗ്രിമെൻ്റ് പേപ്പറിൽ നിന്നെല്ലാം എൻ്റെ പേരിലോട്ടാക്കണമെന്നും പിന്നെ നിനക്കെന്തെങ്കിലും തന്ന് നിന്നെ നൈസിന് ഒഴിവാക്കണമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ അടുക്ക നിന്നെ കളയാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കുമായിരുന്നു. പിന്നെ അറിയുന്നത് ഞാൻ സ്നേഹിക്കുന്നതൊരു സകലകലാ വല്ലഭനെയാണ്. അറിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും നേരെയാക്കണമെന്നായി. ഒരുവിധം എങ്ങനെയൊക്കെയോ നേരെയാക്കിയെന്ന് വിചാരിച്ചപ്പോഴാണ് ദേവ് എന്ന് പറയുന്ന ബ്രേക്കപ്പ്. പിന്നെ അങ്ങോട്ട് വാശിയായിരുന്നു എല്ലാത്തിനും. അങ്ങനെ ആ വാശിയാണ് ദേ ഇപ്പോൾ ഈ കല്യാണം വരെ എത്തി നിൽക്കുന്നത്. നീയും പിന്നെ വാശിയുടെ കാര്യത്തിൽ പിറകിലോട്ടൊന്നും അല്ലാന്ന് എനിക്കറിയാം. നിനക്ക് എന്നെ തന്നെ വേണമെന്ന് ഒറ്റ കാലല്ലേ മോനെ നീ നിന്നത്. ശ്രേയാനേട്ടനോട് പറഞ്ഞതൊക്കെ ഞാനൊന്ന് കേട്ടായിരുന്നു. ഇന്ന് ശ്രാവണം അബുവും ഉമ്മയും വരുമെന്നും എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെയും കൊണ്ട് ഇന്ന് ഷോപ്പിങ്ങിനെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മാറിയത്. അതൊക്കെ പോട്ടെ. ഞാൻ നിന്നോടൊന്ന് കാര്യമായിട്ടാണ് പറഞ്ഞത്. നീ എൻ്റെ പിറകെ നടന്ന് വെറുതെ ശല്യം ചെയ്തതൊക്കെ ഞാനായിട്ട് നടത്തിച്ചതാണ്. അതായത് ഞാനായിട്ടാണ് നിൻ്റെ മുമ്പ് വന്ന് ചാടിയതും ഞാനായിട്ടാണ് നിന്നെക്കൊണ്ട് എന്നെ പ്രേമിപ്പിച്ചതും എല്ലാം. പക്ഷെ ഞാൻ നിന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞത് അത് സത്യസന്ധമായിട്ടാണ്. എനിക്ക് നിന്നോട് അങ്ങനത്തെ ഒരു ഇഷ്ടം തോന്നിയിട്ട് തന്നെയാണ്. അങ്ങനത്തെ അല്ല, ഒരുപക്ഷെ അതിന് മുകളിൽ അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് നിന്നെ. വേറെ ആരോടും എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനൊരു ഇഷ്ടം തോന്നിയിട്ട് പോലുമില്ല. ഫസ്റ്റ് ടൈം ഒരാളോട് തോന്നുന്നത്. അയാളെ എന്ത് വില കൊടുത്തും കൂടെ തന്നെ നിർത്തണമെന്ന് വാശിയായിരുന്നു. ആ വാശി കൂടി ഇപ്പോൾ ഒരുതരം പ്രാന്തായേക്കുക. ആ പ്രാന്ത് ഒരുപക്ഷെ നാളത്തോടെ തീരും, എൻ്റെതാവുമല്ലോ. എനിക്കൊരു ഇത് അങ്ങനെയൊക്കെ തന്നെയാണ്. കളിച്ച് കളഞ്ഞിട്ടുണ്ട്, വേണ്ടാന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് പറഞ്ഞ് കളഞ്ഞിട്ടുമുണ്ട്. അതൊക്കെ തെറ്റാ. ഞാൻ എന്നെ തന്നെ ഒരിക്കലും ന്യായീകരിക്കത്തില്ല. തെറ്റാന്ന് മനസ്സിലാക്കിയത് പോലും നീ എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം വിക്കി. അല്ല അഗ്നി എന്ന നീ ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഒരുപക്ഷെ യഥാർത്ഥ പ്രണയം എന്താണെന്ന് മനസ്സിലാക്കി തന്നതുപോലെ നീയാ. അത് മനസ്സിലാക്കാൻ എൻ്റെ ലൈഫിൽ നീ വരേണ്ടി വന്നു. അല്ലെങ്കിൽ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാൻ പോലും എൻ്റെ ലൈഫിൽ നീ വരേണ്ടി വന്നു. അങ്ങനെയുള്ള നിന്നെ കളയാൻ എനിക്ക് തോന്നുന്നില്ല, ഇനി കളയേയില്ല. എന്നും നീ എൻ്റെ കൂടെ വേണമെന്നാ എൻ്റെ ഇത്. അതുകൊണ്ടാണ് ഇത്രയും വാശിക്ക് നിന്നെയും കൊണ്ടേ പോകുമെന്നും പറഞ്ഞ് ഞാൻ നിന്നത്. എനിക്കറിയാം വാശിയുടെ കാര്യത്തിൽ നീ ഒട്ടും പുറകിലല്ല. ശിവ, നീ എൻ്റെ അടുത്തുണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ എങ്ങനെ പിടിച്ചു നിന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാം നാളെ നമ്മുടെ കല്യാണമാണ്. നാളെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എൻ്റേത് മാത്രമാണെന്നൊക്കെ എനിക്കറിയാം. ബട്ട് പറ്റാത്തതുകൊണ്ട് ചോദിക്കാം, ക്യാൻ ഐ കിസ് യു? അയ്യോ എന്താന്ന്? നോ, എനിക്കിങ്ങനത്തെ മറുപടിയല്ല കിട്ടേണ്ടത്. ഞാൻ തീരുമാനിച്ചതായിരുന്നു നിൻ്റെ യെസ് എന്നുള്ള പെർമിഷൻ ഇല്ലാതെ നിന്നെ ഒന്നും ചെയ്യത്തില്ല.
അതുകൊണ്ട് തന്നെ സ്നേഹിച്ച സമയത്തിന് ചിലപ്പോൾ ബാക്കിയുള്ളവരെ പോലെ എനിക്ക് മുതലെടുക്കാമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് നിന്നെ യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ അന്നൊക്കെ ഞാൻ ഭ്രാന്ത് പിടിച്ച് വന്ന് ഇവിടെ കിടന്നിട്ടുണ്ട്. ആവശ്യമില്ലാത്ത സൈറ്റിലൊക്കെ കയറി പലതും കണ്ടിട്ടുണ്ട്. എല്ലാം നീ കാരണം, നീ ഒരുത്തൻ കാരണം. ഇപ്പം എന്നെ കൊണ്ട് പറ്റാത്തോണ്ടാ ചോദിക്കുന്നത്. യെസ് ഓർ നോ? ഇതില്ലാണ്ടിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റും. അത് വിക്കി, ഓക്കെ, യെസ്. മഴവില്ലേ ചൊല്ലു മൂവന്തി മഴയായി നീ തോരാതെ മൊഴിയാകുന്നു. അകതാരിലുണ്ട് നീ അനുരാഗലോലയായി അലിവോടെ എൻ്റെ ആദ്യഗാന താളമാകു നീ. ഋതുരാഗമാടു നീ ഋതുവേഗമായിടാ മനമേരിയാണ് നീ പദങ്ങൾ നൃത്തമാകുവാ. ഗുഡ് നൈറ്റ്. ഞാനിവിടെ നിന്ന് ശരിയാകത്തില്ല. പോയി കിടക്കാൻ നോക്ക്. ആ